ഹായ് മച്ചാൻസ്, വെൽക്കം അഗെയിൻ മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ നിലമ്പൂർ റിസൾട്ടൊക്കെ എല്ലാവരും കണ്ടു കാണുമല്ലേ. അപ്പം നിലമ്പൂർ നമ്മുടെ ആര്യാടൻ ഷൗക്കത്ത് അങ്ങ് എടുത്തു. അത്യാവശ്യം നല്ല ഭൂരിപക്ഷമൊക്കെ ഉണ്ട്. എല്ലാവരും ന്യൂസൊക്കെ കണ്ട് കാണും എന്ന് വിശ്വസിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. ഭൂരിപക്ഷവും മറ്റു കാര്യങ്ങളൊന്നും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല, നിങ്ങൾക്കറിയാൻ പറ്റുമായിരിക്കും, എല്ലാവരും ന്യൂസ് കാണുന്നവരാണ്. അപ്പോൾ നമ്മുടെ പി വി അൻവർ വിജയിക്കില്ല എന്ന് നമുക്ക് ഉറപ്പായിരുന്നു. എന്നാലും പുള്ളി നല്ലോണം വോട്ട് നേടിയെടുത്തു. അത്യാവശ്യം നല്ലൊരു ഭൂരിപക്ഷം പി വി അൻവറിന് കിട്ടി. പിന്നെ നമ്മുടെ മറ്റേ പുള്ളി CPM-ൻ്റെ സ്വരാജ്, പുള്ളിയുടെ കാര്യമൊന്നും പറയാണ്ടിരിക്കുന്ന വേദം. യോഗമില്ല അമ്മിണി പായമടക്കിക്കോ എന്ന് പറയുന്ന പോലെയാണ് സ്വരാജിൻ്റെ അവസ്ഥ. അപ്പോൾ നിലമ്പൂർ നമ്മുടെ ആര്യാടൻ ഷൗക്കത്ത് അങ്ങ് എടുത്തു. വേറെ വിശേഷമൊന്നുമില്ല, ഇന്ന് വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പം നിലമ്പൂരത്തൊരു ന്യൂസ് കണ്ടപ്പോൾ ജസ്റ്റ് അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. എന്തായാലും ഞാൻ വിചാരിച്ചു ഏകദേശം നമ്മുടെ പി വി അൻവറിന് ഒരു എന്താ പറയുക, ഒരു 20-25,000 എങ്കിലും വോട്ട് കിട്ടുമെന്ന് വിചാരിച്ചു. പക്ഷേ അത്രയും കിട്ടിയില്ല. എന്തോ 18-19 എന്തോ അദ്ദേഹത്തിന് കിട്ടിയുള്ളൂ. പിന്നെ അത്യാവശ്യം ആര്യാടൻ ഷൗക്കത്തിന് നല്ലൊരു ഭൂരിപക്ഷം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഇതായിരുന്നു. അപ്പോൾ UDF തന്നെയാണ് വീണ്ടും അവിടെ പൊളിച്ച് അടക്കി തകർത്തത്. അങ്ങനെ നമ്മുടെ പുള്ളി പറഞ്ഞായിരുന്നു, പി വി അൻവർ ഒരു കാര്യം പറഞ്ഞായിരുന്നു, നിങ്ങളൊക്കെ വാർത്തയിൽ കണ്ടോ എന്ന് എനിക്കറിയില്ല. പുള്ളി പറഞ്ഞത്, ഞാൻ ജയിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പിണറായി വിജയിക്കരുതെന്നാണ് പറഞ്ഞിരുന്നത്. അതായത് പുള്ളിയുടെ മൈൻഡ് ഇപ്പോഴും ഏകദേശം UDF-നൊപ്പം തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങളോട് ഷെയർ ചെയ്തെന്നുള്ളൂ. അപ്പോൾ ന്യൂസൊക്കെ എല്ലാവരും കണ്ടു കാണും. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്ത് പണ്ടാരടക്കാം. ഓക്കെ, ബൈ.